ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആഫ്രിക്കൻ കൺട്രിയായ താൻസാനിയയിലെ ദാർസലാമിലാണ്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഞങ്ങൾ ദാർസലാമിൽ എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല ആഘോഷിച്ചതെന്ന് നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം. അപ്പോൾ ഇപ്പോൾ സമയം 7:45, അതായത് നാട്ടിലെ സമയം 10:15 തീ കൊളുത്തുന്നത്. അപ്പോൾ ഇവിടെ സമയം 7:45. ഏകദേശം 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല കേരള സാരിയൊക്കെ ഉടുത്ത് മലയാളി മങ്കമാരായിട്ടായിരുന്നു കേട്ടോ വന്നിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ദാർസലാമിൽ പൊങ്കാല ഇടാൻ പോകുന്നത്. സാധാരണ എല്ലാ കൊല്ലവും ആറ്റുകാലിൽ പോയി അമ്മയുടെ ഒപ്പം പൊങ്കാല ഇടാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാ കൊല്ലം അമ്മയാണ് കേട്ടോ അരിയും ശർക്കരയും ഒക്കെ അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവരാറ്. ഈ പ്രാവശ്യം ഒക്കെ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് അറേഞ്ച് ചെയ്തത്. ഇതെൻ്റെ കൂട്ടുകാരി ശ്രുതിയാണ് കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം പൊങ്കാല ഇടാനുള്ള കാലമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. ശരിക്കും ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ വേറൊരു കൺട്രിയിൽ വന്നിട്ട് അവിടെ പൊങ്കാല ഇടുന്നു. അപ്പോൾ ഇതിനുള്ളൊരു അവസരം ഒരുക്കി തന്നത് മഞ്ജു ചേച്ചിയാണ്. മഞ്ജു ചേച്ചീൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൊങ്കാല ഇടുന്നത്. ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കട്ടയും പിന്നെ അതേപോലെ തന്നെ വിറകും വെള്ളവും ഫുഡും അന്ന് രാവിലത്തെ ഭക്ഷണവും ഒക്കെ ചേച്ചി തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. ഒരു മനസ്സാണ്, അതിനുള്ള അനുഗ്രഹവും ചേച്ചിക്ക് എന്തായാലും ഉണ്ടാവും. അങ്ങനെ എല്ലാവരുടെയും പൊങ്കാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിവേദ്യ സമയം 1:15, ഇവിടുത്തെ 10:45. അപ്പോൾ നിവേദ്യത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഓറഞ്ച് സാരി ഉടുത്താണ് കേട്ടോ നമ്മുടെ മഞ്ജു ചേച്ചി. അപ്പോൾ ഞങ്ങൾ ചെറിയ താലപ്പൊലിയൊക്കെ ആയിട്ടാണ് കേട്ടോ ദേവീൻ്റെ അടുത്തുനിന്ന് ചെറിയ പൂജയൊക്കെ നടത്തി. നാമമൊക്കെ ജപിച്ച് ലക്ഷ്മി സഹസ്രനാമമൊക്കെ ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു അടുത്ത കൊല്ലം ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ സാധിക്കണേന്ന്. നിവേദ്യം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ മനസംതൃപ്തിയോടെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി.